Class 5 English. Hi students, let us learn English for 5th standard students. Okay, now we enter the last section of your textbook. നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം യൂണിറ്റ്സ് എല്ലാം കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് ഒരു ഇഫ് എന്നുള്ളൊരു പോയമായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ആ പോയം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനം റീഡിങ്ങിന് വേണ്ടി ഒരു ലെസൺ ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ആ ടെക്സ്റ്റിൽ ഇല്ല. ബട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് റീഡിങ്ങിന് വേണ്ടി തന്നെ എഴുതാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അത് ഇട്ടിരിക്കുന്നത്. സോ എ വുമൺ ഓഫ് എക്സ്ട്രാ ഓർഡിനറി വിൽ. എ വുമൺ ഓഫ് എക്സ്ട്രാ ഓർഡിനറി വിൽ. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അതായത് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തൻ്റെ ഇടമുള്ള മനസ്സുള്ള എക്സ്ട്രാ ഓർഡിനറി വുമൺ, ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മളിവിടെ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത്. ആരെ കുറിച്ചാണ് അറിയാമോ? സുധാചന്ദ്രൻ. സുധാചന്ദ്രനെ നിങ്ങൾക്ക് പലർക്കും ടി വിയിലൂടെ പരിചയം ഉണ്ടായിരിക്കും. ഡാൻസറാണ്. ദെൻ ഇപ്പോൾ ചില ടി വി ഷോസിൽ ജഡ്ജായിട്ട് ഉണ്ട്. ഡാൻസ് ഷോസിലൊക്കെ ജഡ്ജായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സുധാചന്ദ്രൻ്റെ പരിപാടികളൊക്കെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ സുധാചന്ദ്രനെ കുറിച്ച് കൂടുതലൊന്ന് നോക്കാം. ഓക്കെ, സോ ടേക്ക് യുവർ ടെക്സ്റ്റ്. Sudha Chandran is one of the most famous Bharatanatyam dancers in India and abroad. ഇന്ത്യയിലും വിദേശത്തിലും മോസ്റ്റ് ഫേമസ് ഭരതനാട്യം ഡാൻസറാണ് സുധാചന്ദ്രൻ. നിങ്ങൾക്ക് സുധാചന്ദ്രനെ ഒന്ന് കാണണോ? ദെൻ സുധാചന്ദ്രൻ, ദിസ് ഈസ് സുധാചന്ദ്രൻ. ദെൻ ദിസ്. ഓക്കെ, Sudha Chandran is one of the most famous Bharatanatyam dancers in India and abroad. She is renowned all over the world for her beautiful and graceful dance performance. What is truly special about her is that she has only one leg. എല്ലാവരും ഡാൻസ് ചെയ്യും അല്ലേ? ഇപ്പോൾ ഡാൻസ് ചെയ്യും. അപ്പോൾ എന്താണ് സുധാചന്ദ്രനുള്ള പ്രത്യേകത? എന്താണ്? ഷി ഹാസ് ഓൺലി വൺ ലെഗ്. ഒരു കാലേ ഉള്ളൂ. ഒറ്റക്കാലേ ഉള്ളൂ. സുധ വാസ് ബോൺ ഓൺ 27 സെപ്റ്റംബർ 1965 ഇൻ മുംബൈയിൽ ജനിച്ചു. ഷീ ഈസ് ആൻ MA ഇൻ എക്കണോമിക്സ്. ഷീ ഗേവ് ഹെർ ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് അറ്റ് ദ ഏജ് ഓഫ് 9. ഒൻപതാമത്തെ വയസ്സിൽ ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു. By the age of 17 വയസ്സായപ്പോൾ she had presented 75 stage programs which had all been widely appreciated. 17 വയസ്സായപ്പോഴേക്കും 75 സ്റ്റേജ് പ്രോഗ്രാംസ് ഓൾറെഡി കയ്യടി മേടിച്ചു കഴിഞ്ഞു. ഇൻ 1981 സുധ മെറ്റ് വിത്ത് എ റോഡ് ആക്സിഡൻറ്റ്. അങ്ങനെ 1981 സുധ ഒരു റോഡ് ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി. She had severe injuries on her leg. With horror, realized that her leg had got. The doctors treated and plastered. Once the plaster was removed, doctors to their horror realized that her leg had got infected by gangrene. They had no other option but to amputate her leg in order to save her life. Although young Sudha may have lost one leg, her passion for dance was intact. After much research, she found out about the Jaipur food. ഓക്കെ, അപ്പം നമ്മൾ 1981 ഒരു സുധാചന്ദ്രൻ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ അവൾക്ക് കാലുകൾ നഷ്ടമായി. അത് ആദ്യം ഭയങ്കര മുറിവുണ്ടായി.
ഡോക്ടേഴ്സ് പറഞ്ഞു ആളെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യണം, കാല് മുറിച്ച് കളയണം. ഓക്കെ, അങ്ങനെ കാല് മുറിച്ചു മാറ്റുകയുണ്ടായി. അങ്ങനെയാണ് സുധാചന്ദ്രന് കാലുകൾ നഷ്ടമായി. ഓക്കെ, 1981 റോഡ് ആക്സിഡന്റ്. ഓൾദോ യങ് സുധാചന്ദ്രൻ, പക്ഷേ എന്താണ്, പ്രായം വളരെ കുറവാണ്. ബട്ട് എന്താണ്, ഡാൻസ് ആണ് പുള്ളിയുടെ, ഡാൻസ് ആണ്. മേ ഹാവ് ലോസ് വൺ ലെഗ്, ഒരു കാല് നഷ്ടപ്പെട്ടെങ്കിലും ആ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനോടുള്ള അതിയായ ഒരു ഇഷ്ടം. അപ്പം ആ ഇഷ്ടം എന്ത് ചെയ്യും, ഡാൻസ് കളിക്കണമെങ്കിൽ കാലില്ലാതെ എങ്ങനെയാണ് കളിക്കുന്നത്. ആഫ്റ്റർ മച്ച് റിസർച്ച്, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഷി ഫൗണ്ട് ഔട്ട് അബൌട്ട് ദ ജയ്പൂർ ഫുഡ്. അങ്ങനെ ജയ്പൂർ ഫുഡ് എന്താണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ള കാലാണ്. ആ ജയ്പൂർ ഫുഡിനെ കുറിച്ച് അറിയുകയുണ്ടായി. നെക്സ്റ്റ് പാരഗ്രാഫ്. ജയ്പൂർ ഫുഡ് ഓൾസോ നോൺ ആസ് ജയ്പൂർ ലെഗ്. ജയ്പൂർ ഫുഡ് ജയ്പൂർ ലെഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലെഗ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് റബ്ബർ. വുഡ് കൊണ്ടും റബ്ബർ കൊണ്ടും ഉണ്ടാക്കിയതാണ്. ആൻഡ് ഈസ് മെൻ ഫോർ പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് ലെഗ് ബിലോ ദ നീ. മുട്ടിന് താഴെ അതായത് മുട്ടിന് താഴെ ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഇത്. The idea of such an artificial leg was first put forward by Ramchandra Sharma in 1968 under the guidance of Dr. P.K. Sethi and the then head of the Department of Orthopedics at Savai Mansingh Medical College in Jaipur, India. അപ്പം ആരുടെ ഗൈഡൻസിലായിരുന്നു, ഡോക്ടർ പി കെ സേതിയുടെ ഗൈഡൻസിൽ 1968 ഇത് സർജറിക്ക് വിധേയമാകുമായിരുന്നു. സുധ then underwent a surgery which made it possible for her to fit into the Jaipur leg. After proper exercise, Sudha was now able to walk again without using crutches. Crutches ഉപയോഗിച്ചായിരുന്നു ആദ്യം. crutches അറിയാലോ, നടക്കാൻ ഉപയോഗിക്കുന്നത്. crutches ഉപയോഗിച്ച് ആദ്യം നടന്നെങ്കിലും അതിനുശേഷം അങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. പ്രോപ്പർ എക്സസൈസ് ഉണ്ടായിരുന്നു. However, mere walking was not enough for Sudha. പക്ഷേ വെറുതെ നടന്നാൽ പോരാനോ സുധയ്ക്ക്. എന്താണ്, ഷി വാണ്ടഡ് ടു ഡാൻസ്. എന്ത് ചെയ്യണം, ഡാൻസ് ചെയ്യണം. ഡാൻസ് വാസ് ഹെർ പാഷൻ. അവളുടെ ജീവിതമേ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഡാൻസിന് വേണ്ടിയാണ്. അപ്പോൾ വെറുതെ നടന്നാൽ പോരാ. സുധ ട്രൈ ടു ബെൻഡ് ഹെയർ ലെഗ് സോ ദാറ്റ് ഷി കുഡ് ഡാൻസ്. ഇറ്റ് വാസ് എക്സ്ട്രീംലി പെയിൻഫുൾ. അപ്പോൾ എന്താണ്, ഡാൻസ് ചെയ്യണമെങ്കിൽ കാലുകൾ വളയണം. അതിനുവേണ്ടി പതുക്കെ ബെൻഡ് ചെയ്യാൻ വളയ്ക്കുക, കാലുകൾ വളച്ച് നോക്കുമായിരുന്നു. ബട്ട് കാലുകൾ അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഈസ് എക്സ്ട്രീംലി പെയിൻഫുൾ, വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. എങ്കിലും ആ വേദനയെല്ലാം സഹിച്ച് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ബട്ട് ഷീ ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അത് ഉപേക്ഷിക്കാനായിട്ട് സുധാചന്ദ്രൻ തയ്യാറായിരുന്നില്ല. ഷീ കണ്ടിന്യൂ ടു പ്രാക്ടീസ് അൻറ്റിൽ ബ്ലഡ് ബിഗാൻ ടു ഊസ് ഔട്ട് ഹെർ സ്റ്റിച്ചസ്. സ്റ്റിച്ചിൽ നിന്നും സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് സ്റ്റിച്ചിൽ നിന്നും ബ്ലഡ് ഊസ് ചെയ്യുന്ന, അതായത് ബ്ലഡ് ഊറി വരുന്നത് വരെ ഇത് പതുക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഹെർ ഡോക്ടർ വാൺ ഹെർ നോട്ട് ടു ബെൻഡ് ഹെർ ലെഗ് അഗെയിൻ. ഡോക്ടർ വാൺ ചെയ്തു, ഇനി ഇങ്ങനെ ബെൻഡ് ചെയ്യരുത്, അത് ആപത്തുണ്ടാക്കും. ബട്ട് സുധ വാസ് നോട്ട് വൺ ടു ഗിവ് അപ്പ്. പക്ഷെ സുധാചന്ദ്രന് ഡാൻസ് ആയിരുന്നു മുഖ്യം. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നത് കേട്ടില്ല. തൻ്റെ ആ മനസ്സിൻ്റെ ആഗ്രഹം അത് നടപ്പിലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷീ കെപ്റ്റ് ട്രൈങ് അൻറ്റിൽ ദ ഡേ ഷീ കുഡ് ഫ്രീലി ബെൻഡ് ഹെർ ലെഗ് ആൻഡ് ഡാൻസ്. അങ്ങനെ ഏത് കാര്യവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ആ ഒരു ഡിറ്റർമിനേഷനിൽ ചെയ്താൽ നമുക്ക് ആ കാര്യം സാധിക്കും. ഷീ കെപ്റ്റ് ട്രൈങ് അൻറ്റിൽ ദ ഡേ ഷീ കുഡ് ഫ്രീലി ബെൻഡ്. അങ്ങനെ ഫ്രീ ആയിട്ട് ലെഗ് ബെൻഡ് ചെയ്യാൻ പറ്റുകയും ഡാൻസ് ചെയ്യാൻ പറ്റുകയും അവൾക്ക് ചെയ്തു. ഹെർ ഡിറ്റർമിനേഷൻ ആൻഡ് അൺഡൈയിങ് പാഷൻ ഫോർ ഡാൻസ് മെയ്ഡ് ഹെർ അച്ചീവ് ദ ഇമ്പോസിബിൾ. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എല്ലാവരും പറഞ്ഞു, ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ബെൻഡ് ചെയ്യരുത്. ബട്ട് ബെൻഡ് ചെയ്യാതെ ഒരിക്കലും കാല് വളയ്ക്കാതെ ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്യും. ഞാൻ എത്ര
ബുദ്ധിമുട്ടി എൻ്റെ ആ ഡിറ്റർമിനേഷൻ, അതായത് ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനവും അതുപോലെ തന്നെ ആ ഡാൻസിനോടുള്ള പാഷൻ, ഇത് രണ്ടും ആണ് സുധാ ചന്ദ്രനെ വീണ്ടും ഡാൻസിലേക്ക് എത്തിച്ചത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് പ്രാക്ടീസ്, ഒരുപാട് വർഷത്തെ പ്രാക്ടീസിന് ശേഷം സുധ കുഡ് നൗ ഡാൻസ് ഇസ് എ പ്രൊഫഷണൽ ഡാൻസർ. ഇപ്പോൾ പ്രൊഫഷണൽ ഡാൻസറായിട്ട് ഡാൻസ് ചെയ്യുന്നു. ഓക്കെ, പ്രൊഫഷണൽ ഡാൻസറാണ്. അറ്റ് ദ എൻഡ് ഓഫ് ഹർ ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് വിത്ത് ദ ജയ്പൂർ ലെഗ് ഇൻ മുംബൈ, ദ ഹോൾ റിസൗണ്ടഡ് വിത്ത് ലൗഡ് ആൻഡ് നോൺ സ്റ്റോപ്പ് അപ്ലോസ്. അതായത് കയ്യടി നിർത്തിയില്ല. ഈ ഒരു കാല് ആർട്ടിഫിഷ്യൽ ലെഗ് ഉപയോഗിച്ച് കളിച്ച ഡാൻസ് കണ്ടിട്ട് കണ്ടിരുന്നവർ കയ്യടി നിർത്തിയില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് ലോങ് ഫോർ ഹെർ ടു ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഭരതനാട്യം ഡാൻസേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഫേമസ് ഭരതനാട്യം ഡാൻസർ ആകാനായിട്ട് സുധാ ചന്ദ്രന് സാധിച്ചു. സ്റ്റൺ ഡാൻസ് ലവേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് ഫൗണ്ട് ഇറ്റ് ഇമ്പോസിബിൾ ടു ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെർ ഫുഡ് വർക്ക് ആൻഡ് ദാറ്റ് ഓഫ് എനി അതർ ഡാൻസേഴ്സ് വിത്ത് നാച്ചുറൽ ലെഗ്സ്. സാധാരണ കാലുകൊണ്ട് കളിക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ദർ ഈസ് നോ ഡിഫറൻസ്. ഒരു ഡിഫറൻസും നമുക്ക് അതിലും നന്നായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ഷീ ഹാസ് ബീൻ ഓണേർഡ് വിത്ത് വേരിയസ് അവാർഡ്സ്. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഷീ ഹാസ് പെർഫോംഡ് ആസ് ഫാർ ഫ്രം ഹോം ആസ് യൂറോപ്പ്, കാനഡ ആൻഡ് മിഡിൽ ഈസ്റ്റ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേജ് പെർഫോമൻസും ഉണ്ട്. In 1986, a film called Nache Mayuri was released based on Sudha's life. Nache Mayuri എന്ന ഒരു ചിത്രം, ഒരു ഫിലിം പുറത്തിറങ്ങിയുണ്ടായി 1986. നീഡ്ലെസ് ടു സേ, സുധ പ്ലേഡ് ഹെർസെൽഫ് ഇൻ ദ മൂവി. അതിൽ അഭിനയിക്കുകയും ചെയ്തു. സുധ തന്നെയാണ് അതിൽ അഭിനയിച്ചത്. സുധ ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ മെനി TV ഷോസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, TV ഷോസിലെല്ലാം സുധ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സുധാ ചന്ദ്രൻ ഹാസ് ബീൻ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ടു ഓൾ ദോസ് പീപ്പിൾ ഹു ആർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൻഡ് ലൈവ് എ ചലഞ്ചിങ് ലൈഫ്. അല്ലേ? ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ഓരോ പോരായ്മകൾ ശരീരത്തിലുണ്ടാകുമ്പോഴും അതിനെയെല്ലാം തരണം ചെയ്ത് നേടിയെടുക്കുന്നത് അത് ഒരു ചലഞ്ചിങ് ലൈഫിന് എക്സാമ്പിൾ തന്നെയാണ്. ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് സെവറൽ വോളണ്ടറി ഓർഗനൈസേഷൻസ് ദാറ്റ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പല ഓർഗനൈസേഷനിൽ സുധാ ചന്ദ്രൻ വർക്ക് ചെയ്യുന്നു. ഷീ ഈസ് എ വൈസ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ അസോസിയേഷൻ ഓഫ് ഡിസേബിൾഡ് എൻ്റർപ്രൈസസ്, NADE വൈസ് ചെയർപേഴ്സൺ ആണ്. ഷീ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദ അഡ്വൈസറി ബോർഡ് ഓഫ് വിറ്റി കിഡ്സ് High School at Malad in Mumbai. She is a much sought after speaker and counselor in professional bodies. സ്പീക്കറാണ്, കൗൺസിലറാണ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളാണ്. ഷീ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ എൻഡുറൻസ്, ഗ്രിറ്റ്, ഡിറ്റർമിനേഷൻ ആൻഡ് വിൽ പവർ. ഷീ ഹാസ് ചോസൺ ടു ബി എ മിസ്ട്രസ് ഓഫ് ഹെർ ഓൺ ഡെസ്റ്റിനി. There are few parallels in the history of the world for her kind of people. അപ്പോൾ സുധാ ചന്ദ്രൻ്റെ ഡിറ്റർമിനേഷൻ, വിൽ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആ ഉദ്ദേശിച്ച സ്ഥലത്ത് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. കാല് പോയി ആർട്ടിഫിഷ്യൽ ലെഗാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ ഒരിക്കലും സുധാ ചന്ദ്രനെ ലോകമറിയുന്ന ഒരു ഡാൻസർ ആകുകയില്ലായിരുന്നു. ഈ കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. എന്ത് കാര്യവും ആ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, വിൽ, ഇത് രണ്ടും മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.